ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ തന്നെ ഏറ്റവും മോശമായ നിലയിലേക്ക് എത്തുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ അനുരഞ്ജനവും ഐക്യവും ആഹ്വാനം ചെയ്ത് പ്രാർത്ഥനാ സംരംഭവുമായി ദക്ഷിണ കൊറിയയിലെ കത്തോലിക്ക സഭ 1965 മുതൽ എല്ലാ ജൂൺ 25-നും ആചരിക്കപ്പെട്ടു വരുന്ന പ്രാർത്ഥനാ ദിനത്തിന്റെ ഭാഗമായി ജൂൺ 17 മുതൽ രാജ്യത്തെ എല്ലാ ഇടവകകളിലും വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പും പിൻപും നൊവേന പ്രാർത്ഥനകൾ ആരംഭിച്ചുവെന്ന് സഭാ നേതൃത്വം വ്യക്തമാക്കിയതായി ഫിദേസ് വാർത്താ ഏജൻസി പുറത്തുവിട്ടിരുന്നു. ഉത്തര കൊറിയയിലെ ആളുകളെയും തങ്ങളുടെ രാജ്യത്തിലെ അംഗങ്ങളെ പോലെ തന്നെയാണ് ദക്ഷിണ കൊറിയയിലെ സഭ കരുതുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സമാധാനം സാധ്യമാക്കാൻ ഹൃദയങ്ങളുടെ പരിവർത്തനമാണ് ആവശ്യമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാനം ലക്ഷ്യമാക്കി വിവിധ കോൺഫറൻസുകളും ദക്ഷിണ കൊറിയയിലെ സഭ ഒരുക്കിയിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള 138 രാജ്യങ്ങളിലെ ദുരിതം അനുഭവിക്കുന്ന ക്രൈസ്തവരെ സഹായിക്കാൻ 143.7 ദശലക്ഷം യൂറോ ചെലവിട്ടുവെന്ന് പൊന്തിഫിക്കൽ ഫൗണ്ടേഷൻ എയ്ഡ് ടു ദി ചർച്ച് ഇൻ നീഡ്. യുക്രൈൻ, സിറിയ, ലെബനോൻ എന്നിവയാണ് കൂടുതൽ പണം ലഭ്യമാക്കിയ രാജ്യങ്ങളെന്നും സംഭാവനകളിലൂടെ മുൻ വർഷങ്ങളിലെ സാമ്പത്തിക സമാഹരണത്തിനുള്ള തുക നിലനിർത്തിയതായി സംഘടന വ്യക്തമാക്കി. ലോകമെമ്പാടുമുള്ള 23-ലധികം രാജ്യങ്ങളിൽ ഫൗണ്ടേഷനുള്ള ഏകദേശം 3,60,000 ആളുകളുടെ സഹായമാണ് പീഡിത ക്രൈസ്തവർക്ക് ലഭ്യമാക്കുവാൻ സംഘടനയ്ക്ക് ബലമേകിയത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, നൈജീരിയ, ബുർക്കിന ഫാസോ എന്നിവിടങ്ങളിലാണ് സംഘടന കൂടുതൽ സഹായം എത്തിച്ചത്. ഫ്രാൻസിൽ ഈ വർഷം പുതിയതായി 105 വൈദികർ അഭിഷേകം ചെയ്യപ്പെട്ടുവെന്ന് എപ്പിസ്കോപ്പൽ കോൺഫറൻസ് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം 88 വൈദികരായിരുന്നു അഭിഷേകം ചെയ്യപ്പെട്ടത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം പൗരോഹിത്യം സ്വീകരിക്കുന്ന വൈദികരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായതായും 17 പേർ കൂടുതലാണെന്നും ഫ്രാൻസ് എപ്പിസ്കോപ്പൽ കോൺഫറൻസ് വെളിപ്പെടുത്തി. CEF വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഒരു കുറിപ്പിൽ ഫ്രാൻസിലെ തിരുപ്പട്ട ശുശ്രൂഷകൾ ജൂൺ മാസം നടക്കുമെന്ന് അറിയിച്ചു. വിശുദ്ധ പത്രോസ് പൗലോസ് ലീഹന്മാരുടെ തിരുനാളിന് മുമ്പുള്ള ഞായറാഴ്ചയായിരിക്കും തിരുപ്പട്ട ശുശ്രൂഷകൾ നടക്കുക. പൗരോഹിത്യം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന വൈദികരിൽ 73 പേർ വിവിധ രൂപതകൾക്കായുള്ളവരാണ്. 2 പേർ സൊസൈറ്റീസ് ഓഫ് അപ്പസ്തോലിക് ലൈഫിൽ നിന്നുള്ളവരാണ്. 16 പേർ വിവിധ സന്യാസ സമൂഹങ്ങളിലേക്കും ഉള്ളവരാണ്. മൊസംബിക്കിൽ 50 വർഷം മിഷണറിയായി സേവനം ചെയ്ത വൈദികൻ ഫാദർ വിൻസെന്റ് ബൊറൻഗുവറിനെ ആദരിച്ച് സ്പെയിൻ രാജാവ് ഫിലിപ്പ് 6 1967 തന്റെ 30ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മൊസംബിക്കിൽ എത്തിയത്. സ്പാനിഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ മിഷണറീസിലെ വൈദികനാണ് ഫാദർ വിൻസെന്റ്. 21 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ബോട്ട് യാത്രയ്ക്കായി മൊസംബിക്കിലേക്ക് പുറപ്പെട്ട സംഭവമാണ് അദ്ദേഹത്തെ അവിടെ ഒരു മിഷണറിയാക്കി മാറ്റിയത്. സ്പെയിൻ രാജാവ് ഫിലിപ്പ് 6 കിരീടധാരണത്തിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് രാജാവ് 19 സ്പാനിഷ് പൗരന്മാർക്ക് സിവിൽ മെറിറ്റ് മെഡൽ നൽകി. അവരിൽ ഒരാളാണ് 87 വയസ്സുള്ള ഈ മിഷണറി വൈദികൻ. മൊസംബിക്കിൽ വളരെയേറെ മിഷണറി പ്രവർത്തനം നടത്തിയ ശേഷം പ്രായാധിക്യത്തെ തുടർന്ന് 7 വർഷം മുമ്പാണ് ഫാദർ വിൻസെന്റ് സ്പെയിനിലേക്ക് തിരിച്ചെത്തിയത്. 2024 കണക്കുകൾ പ്രകാരം ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യം എത്യോപ്യയാണെന്ന് ഡാറ്റാ ശേഖരണത്തിലും ദൃശ്യവൽക്കരണത്തിലും വൈദഗ്ധ്യമുള്ള ജർമ്മൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ സ്റ്റാറ്റിസ്റ്റ. 7,75,00,000 വിശ്വാസികളാണ് രാജ്യത്ത് ക്രൈസ്തവ വിശ്വാസം പിൻചൊല്ലുന്നത്. പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ക്രിസ്തീയ വിശ്വാസമാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് സംഘടന ചൂണ്ടിക്കാട്ടി. എത്യോപ്യയെ കൂടാതെ ആകെ ജനസംഖ്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സാംബിയയിലെ ജനസംഖ്യയുടെ 96% ക്രൈസ്തവരാണെന്നും ഇത് ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയർന്ന ശതമാനത്തെ പ്രതിനിധീകരിക്കുകയാണെന്നും ഗവേഷണ ഏജൻസി അടുത്തിടെ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു.